പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കുബി. ഞാൻ ആഷിക് ജോയ്. ശുദ്ധീകരണ സ്ഥലത്തിലെ 4 ലെവൽസിനെ കുറിച്ച് ഒരു കന്യാസ്ത്രീക്ക് ലഭിച്ച ഒരു വെളിപാടാണ്. ഇത് ലഭിച്ചത് 1874 1890 കാലഘട്ടത്തിലാണ്. സിസ്റ്റർ എം ഡേ എൽ സി എന്ന് അറിയപ്പെടുന്ന സിസ്റ്റർ, അവരുടെ യഥാർത്ഥ നാമമല്ല. കാരണം ഈ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് ഈ സിസ്റ്റർ ജീവനോടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ പേരും ഐഡൻറ്റിറ്റി ഒന്നും പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സിസ്റ്ററിന് അവരുടെ കോൺവെൻറ്റിൽ ഉണ്ടായിരുന്ന മറ്റൊരു കന്യാസ്ത്രീ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ കന്യാസ്ത്രീ മരണശേഷം കടന്നുപോയ ശുദ്ധീകരണ സ്ഥലത്തിലെ ഓരോ ലെവൽസിനെയും കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത് ദ റെപ്പറേഷൻ സൊസൈറ്റി ഓഫ് ദി ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി എന്ന് പറയുന്ന സന്യാസ സമൂഹമാണ്. 1873 നവംബർ മാസമാണ് ഈ കന്യാസ്ത്രീ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റ് കന്യാസ്ത്രീയോട് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. സോ അതിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Pater noster qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അപ്പോൾ ഈ കന്യാസ്ത്രീ തൻ്റെ സുഹൃത്തായിട്ടുള്ള കന്യാസ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഐ ക്യാൻ ടെൽ യു അബൌട്ട് ദ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് പെർഗട്ടറി ബിക്കോസ് ഐ ഹാവ് പാസ് ത്രൂ ദം. ശുദ്ധീകരണ സ്ഥലത്തിലെ വിവിധ തലങ്ങളെ പറ്റിയിട്ട് എനിക്ക് നിന്നോട് പറയാൻ സാധിക്കും, കാരണം ഇതിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഇൻ ദ ലോവസ്റ്റ് ആൻഡ് മോസ്റ്റ് പെയിൻഫുൾ, അതായത് ശുദ്ധീകരണ സ്ഥലത്തിലെ ഏറ്റവും അടിഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. ഏറ്റവും അടിഭാഗം ഏറ്റവും അധികം വേദനയുള്ള ഇടമാണ്. അതൊരു ടെമ്പററി ഹെൽ പോലെയാണെന്ന് പറയുന്നത്, ഒരു താൽക്കാലിക നരകതുല്യമാണ് അത് എന്ന് പറയുന്നു. അപ്പം ഈ ഒരു സ്ഥലത്ത് പോകുന്ന ആത്മാക്കൾ പ്രധാനമായിട്ടും മാരകമായിട്ടുള്ള തെറ്റുകൾ, മാരക പാപം ചെയ്ത് മരണസമയത്ത് പ്രത്യേകമായ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതുകൊണ്ട് മാത്രം അനുദപിച്ച് മരിച്ച ആത്മാക്കളാണ്. അതായത് ജീവിതകാലത്ത് ടെറിബിൾ ക്രൈംസ് ചെയ്തവർ, എന്നാൽ അവർ പോലും അത്ഭുതപ്പെട്ടു പോയി അവരെങ്ങനെയാണ് ശുദ്ധീകരണ സ്ഥലത്ത് എത്തിയത് എന്നുള്ളത്. ആ രീതിയിലായിരുന്നു അവരുടെ ജീവിതം. പക്ഷെ മരണസമയത്ത് ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് ഈ വ്യക്തിയുടെ ആത്മാവിന് ആ മരിക്കുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുൻപ് അനുദപിക്കാനുള്ള വലിയ കൃപ ലഭിക്കുകയാണ്. ആ കൃപ വഴി ഈ വ്യക്തി അനുദപിക്കുന്നു, ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് എത്തിപ്പെടുന്നു. പക്ഷേ അവർ ചെയ്യേണ്ട പ്രായശ്ചിത്തമൊന്നും അവർ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പം ചെയ്തില്ല. ഞായറാഴ്ച കുർബാന മിസ് ചെയ്തതും അയോഗ്യതയോടുകൂടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചതും മറ്റൊരുപാട് മാരകപാപങ്ങൾ ചെയ്തവരാണ് അവർ. പക്ഷേ അവസാന നിമിഷം അവർക്ക് പ്രത്യേക കൃപ ലഭിച്ചതുകൊണ്ട് മാത്രം, അനുദപിച്ചതുകൊണ്ട് മാത്രം ഈ ശുദ്ധീകരണ സ്ഥലത്ത് എത്തിപ്പെട്ടവരാണ്. അപ്പോൾ അവരുടെ ആത്മാവിൽ അത്രയും പാവക്കറയുണ്ട്. ഈ കറകളെല്ലാം ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ഏറ്റവും അടിഭാഗത്ത് നരകതുല്യമായ സ്ഥലം എന്നാൽ ശുദ്ധീകരണ സ്ഥലമാണ്. അവിടെ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് അവിടെ കണ്ടത് എന്ന് ഈ സിസ്റ്റർ പറയുകയാണ്. സിസ്റ്റർ തുടരുകയാണ്. സിസ്റ്റർ പറയണത്, ആ ശുദ്ധീകരണ സ്ഥലത്തിന് അടിഭാഗം എന്നത് നരകമായിട്ട് എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, നരകത്തിലുള്ള ആളുകൾ ദൈവത്തെ നിരന്തരം ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി അവർക്ക് അവിടെ നിന്ന് രക്ഷയില്ല. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച് അവർ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഇവിടെയുള്ള ശുദ്ധീകരണം കഴിഞ്ഞാൽ ദൈവത്തിന് മുഖാമുഖം കാണാം. ആ ക്ഷമയോടുകൂടിയാണ് അവരവിടെ സഹിക്കുന്നത്. സോ അത് നരക തുല്യമാണ് ഏറ്റവും അടിഭാഗത്തുള്ള ശുദ്ധീകരണ സ്ഥലം. ഇനി അടുത്ത ശുദ്ധീകരണ സ്ഥലത്തിലെ തലത്തെക്കുറിച്ച് പറയുന്നത്, ഈ ആത്മാക്കൾ ജീവിച്ചിരുന്നപ്പോൾ കരുതിയിരുന്നത് ഞങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, കുറേ കൂടെ നല്ല വിശുദ്ധിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. എല്ലാ ഞായറാഴ്ചയൊക്കെ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ദശാംശമൊക്കെ കൊടുക്കുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി എൻ്റെ ലൈഫിൽ എനിക്ക് പ്രത്യേകിച്ച് അനുദപിക്കാൻ പാവങ്ങളൊന്നുമില്ല, മാനസാന്തരപ്പെടാനൊന്നുമില്ല, ഇങ്ങനെ എപ്പോഴും വേണേലും മരിക്കാം, റെഡിയാണ് എന്ന നിലയിൽ ജീവിക്കുന്ന ആത്മാക്കളാണ്. They did not fulfill their Easter duties and were also converted at the point of death. അപ്പോൾ ഇത് ഏറ്റവും വലിയ അപകടമാണ് ഈ ഒരു കാര്യം. കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, ആ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. നമ്മുടെ ആത്മാവിൻ്റെ ദാരിദ്ര്യ അവസ്ഥ മനസ്സിലായാലേ കുമ്പസാര കൂട്ടുപോയിട്ട് നമ്മൾ നമ്മുടെ കുറ്റം പറയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പാപം പറയുമ്പോൾ പറയും
അവൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. എൻ്റെ അമ്മായി അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. എൻ്റെ മരുമകൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തു പോയത്. നമ്മൾ അപ്പോഴും കുമ്പസാരക്കൂട്ടിൽ മറ്റുള്ളവരെ പഴിക്കും. എന്നാൽ എൻ്റെ ആത്മാവിൻ്റെ ദാരിദ്ര്യാവസ്ഥ മനസ്സിലാക്കിയാൽ നമ്മൾ ഈശോയോട് ചോദിക്കും, ഈശോയെ ഈ ദാരിദ്ര്യാവസ്ഥ മാറ്റി എന്നെ ആത്മാവിൽ സമ്പന്നനാക്കണമേ എന്ന്. എന്നാൽ ഓൾറെഡി സമ്പന്നനായവർക്ക് ദുരിതമെന്ന് ഈശോ പറഞ്ഞു. കാരണം അവർ അഹങ്കരിച്ചിരിക്കുകയാണ്, എനിക്കിനി ഒന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാകുകയുമില്ല. അവർ കരുതും ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്കിനി ഒന്നുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതാ മരിച്ചാൽ ഇപ്പം സ്വർഗത്തിൽ പോകും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ശുദ്ധീകരണ സ്ഥലത്ത് എത്തിയത്. അപ്പോൾ അവരവരുടെ ഈസ്റ്റർ ഡ്യൂട്ടീസ് ഒന്നും ചെയ്തില്ല. മാത്രമല്ല അവരും മരണത്തിൻ്റെ ആ നിമിഷമാണ് മാനസാന്തരപ്പെട്ടത്. അതായത് യഥാർത്ഥമായ അനുതാപം അവർക്ക് ലഭിച്ചത്. മാത്രമല്ല ഈ ശുദ്ധീകരണ സ്ഥലത്തുള്ള അനേകർ മരണസമയത്ത് ദിവികാരുണ്യം ലഭിക്കാതെ മരിച്ചവരും കൂടിയാണെന്ന് സിസ്റ്റർ പറയുന്നു. അവർ ശുദ്ധീകരണ സ്ഥലത്ത് ഒരുപാട് കാലം കിടക്കേണ്ടി വരും. ഈ കൂട്ടർക്ക് വേണ്ടിയിട്ട് അവരുടെ കുടുംബക്കാരർപ്പിക്കുന്ന ദിവ്യബലികൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നാ പറയുന്നത്. കാരണം എന്തായിരിക്കും? അത് മറ്റൊരു വിശുദ്ധയുടെ വിഷൻസിൽ പറയുന്നുണ്ട്. അതായത് കാരണം യഥാർത്ഥത്തിൽ അവർ ജീവിച്ചിരുന്നപ്പോൾ, ഭൂമി ജീവിച്ചിരുന്നപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് കുർബാന അർപ്പിക്കണമായിരുന്നു. അവരുടെ ബന്ധുക്കാരുടെയും അയൽവക്കക്കാരുടെയും അവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി കുർബാന അർപ്പിക്കണമായിരുന്നു. പക്ഷെ അത് അവർ ചെയ്തില്ല. അവരെല്ലാം തികഞ്ഞവരായിട്ടിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ അവർ മരിച്ചു. ഇനി അവർക്ക് വേണ്ടി അർപ്പിക്കുന്ന കുർബാനകൾ അവർക്ക് ലഭിക്കുന്നില്ല. പകരം ആർക്ക് വേണ്ടി അർപ്പിക്കേണ്ടിയിരുന്നുവോ ആ ആത്മാക്കൾക്കാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാം കടം വീട്ടിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ പറയുന്നത് ഈ സ്ഥലത്ത് വൈദികരെയും കന്യാസ്ത്രീകളെയും കണ്ടു എന്നാണ് പറയുന്നത്. അവർ എന്തുകൊണ്ടാണ് അവിടെ എത്തിപ്പെട്ടത്? അവർ അലസരായിരുന്നു. അവരുടെ ജോലി കൃത്യമായിട്ട് നിർവഹിച്ചില്ല. പലതും വളരെ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നു. അതായത് ഒരു വചന പ്രഘോഷണത്തിന് പോവുമായിരിക്കും. അപ്പോൾ ചിന്തിക്കും, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതേ ക്ലാസ് എടുത്തതാണ്, അപ്പം പിന്നെ പ്രാർത്ഥിക്കൊന്നും വേണ്ട, നോട്ട്സ് ഉണ്ട്, അങ്ങ് പറഞ്ഞേക്കാം. ഇതൊക്കെ വളരെ വളരെ ദൈവസന്നിധിയിൽ ഗൗരവകരമാണ്. അപ്പോൾ അവരുടെ വിശുദ്ധമായ ജോലികൾ, ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ വിശുദ്ധമായി ചെയ്തിട്ടില്ല. സിസ്റ്റർ പറയണത് ഈ ലെവലിലായിരുന്നു ഈ സിസ്റ്ററിൻ്റെ ആത്മാവ് കിടന്നിരുന്നത് എന്ന്. ആവേൽ അമത്രേസ് പറഞ്ഞത്, ശുദ്ധീകരണ സ്ഥലത്ത് ഒരു വൈദികനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ഇങ്ങനെ നിന്ന് കത്തുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞത്, ദൈവം ഒരു വൈദികനെ അഭിഷേകം ചെയ്ത് വിടുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും ആ അഭിഷേകം ചെയ്ത കരങ്ങൾ കൊണ്ട് ആളുകളെ ബ്ലസ് ചെയ്യാൻ. അപ്പോൾ ബ്ലസ് ചെയ്യാൻ മടി കാണിച്ച ഒരു വൈദികൻ്റെ ആത്മാവാണ് അവിടെ കിടന്ന് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ജ്വലിക്കുന്നത്. അപ്പോൾ ആ കരം കൊണ്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ചെയ്യാത്ത നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത്. അപ്പം ഈ കരം കൊണ്ട് ചെയ്ത പാപത്തിന് വേണ്ടിയിട്ട് എന്തായിരിക്കും അദ്ദേഹം എത്രമാത്രം സഹിക്കേണ്ടി വരും? അത് കൂടുതൽ ലഭിച്ചവരിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടുമെന്ന് ഈശോ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് ഒരുപാട് കാലം കിടക്കേണ്ടി വരുന്നു. കാരണം ഇവർക്കെല്ലാം ഇതിനെപ്പറ്റി അറിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും, ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. പിന്നീട് ഈ സിസ്റ്റർ മൂന്നാമത്തെ ലെവലിൽ കണ്ട ആത്മാക്കൾ എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് ലഘുപാപങ്ങളോട് കൂടെ മരിച്ച ആത്മാക്കളാണ്. അവരുടെ മാരക പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരുന്നു. ലഘുവായ പാപങ്ങൾ മിക്കതും ക്ഷമിക്കപ്പെട്ടു. എന്നാൽ ചിലത് അവർ പൂർണ്ണമായിട്ട് കുമ്പസാരിച്ചില്ല. അതുമാത്രമല്ല, ദൈവസന്നിധിയിൽ അവരുടെ പാപപ്രായശ്ചിത്തം അവർ പൂർണ്ണമായിട്ടും നിറവേറ്റിയില്ല. ഇങ്ങനെയുള്ള ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവിടെയും വ്യത്യാസമുണ്ട്. ആ ലെവലിൽ തന്നെ മറ്റു വ്യത്യാസമുണ്ട്. അത് ആ ആത്മാക്കൾ ചെയ്ത സൽപ്രവൃത്തികളെ ആശ്രയിച്ചിരിക്കും അവരെത്ര കാലം അവിടെ കിടക്കും എന്നുള്ളത്. പിന്നീട് ഏറ്റവും അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത്, അതിനെ വിളിക്കുന്നത് ത്രഷോൾഡ് എന്നാണ് പറയുന്നത്. വളരെ ചുരുക്കം പേരെ ഈ സ്ഥലത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. അതായത് ഭൂരിഭാഗം പേരും ഇവിടെയെങ്കിലും പോയി ശുദ്ധി ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും ദൈവമായിട്ട് ചേരാൻ അത്രയും ആഗ്രഹത്തോടെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സൗഹൃദത്തിൽ ആ കൂട്ടായ്മയിൽ ദൈവത്തെ ആരാധിച്ച് അങ്ങനെ ജീവിച്ച ആളുകൾക്ക് നേരിട്ട് സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. ബാക്കി എല്ലാവരും ഇതിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ വളരെ റെയറായിട്ടുള്ള ആളുകളെ മരിച്ച ഉടനെ സ്വർഗത്തിലോട്ട് നേരിട്ട് പോകുന്നുള്ളൂ. ഈവൻ വിശുദ്ധ ഫൗസ്റ്റീനയോട് പോലും ഈശോ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ പറയുന്നുണ്ട്, എന്തോ ഒരു സിറ്റുവേഷനിൽ ഈശോ പറയുന്നുണ്ട്, നീ ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാൻ യോഗ്യയാണ് എന്ന്, എന്തോ ഒരു കാര്യത്തിന്. അപ്പോൾ നമുക്കറിയാം മോശ എന്തുകൊണ്ടാണ് മോശയ്ക്ക് കാനാൻ ദേശം മിസ്സായത്? വളരെ കുഞ്ഞു കാര്യത്തിനാണ്. അപ്പോൾ
കൂടുതൽ ലഭിച്ചവരിൽ നിന്ന് കൂടുതൽ ഈശോ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, എത്രത്തോളം വിശുദ്ധിയിലും ഈശോ പറഞ്ഞതുപോലെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നമ്മൾ എത്രത്തോളം പരിപൂർണരായിട്ട് ജീവിക്കണമെന്ന് നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആരെങ്കിലും നമ്മളെ ഒരു കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ നമുക്കൊരു ദേഷ്യം ഉണ്ടാകത്തില്ല. നമ്മൾ അവരുടെ കല്യാണത്തിന് നമ്മൾ പോകും, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ആരെങ്കിലും നമ്മളെ ഒരു ഫംഗ്ഷനെ വിളിച്ചിട്ട് നമ്മളെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. കാരണം നമ്മുടെ മൈൻഡിൽ മൊത്തം ഉള്ളത് എന്താണ്, എങ്ങനെയെങ്കിലും ഒന്ന് ഈശോ അടുക്കലോട്ട് എത്തണം. ആ പോണ വഴിക്കാണ് നമ്മൾ തീർത്ഥാടകരാണല്ലോ, നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ് എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അപ്പം നമ്മളൊരു യാത്രയിലാണ്. ആ യാത്രയിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ വേദനിപ്പിച്ചാലും നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണമെങ്കിൽ നിത്യതയെപ്പറ്റി നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഒരു അർത്ഥമുണ്ട്, നമുക്ക് മനസ്സിലാവും. ഇത് ഈശോ എൻ്റെ ജീവിതത്തെ അനുവദിച്ചത് ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് ശുദ്ധി ചെയ്യപ്പെടാതെ ഇവിടെ വെച്ച് തന്നെ ശുദ്ധി ചെയ്യപ്പെട്ട് നേരിട്ട് സ്വർഗത്തിലോട്ട് പോകാനാണ് എന്ന്. അപ്പം അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യജീവനെ പറ്റിയുള്ള ബോധ്യം ഈശോയെ നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനോസ് തേക്കും ബെനഡിക്താ tu in mulieribus et benedictus fructus ventris tui, Iesus. Santa Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Cristo Rey.